കാൽവറി ക്രൂശിലൂടെ നമ്മളെ അത്യധികമായിട്ട് സ്നേഹിക്കുന്ന പിതാവായ ദൈവത്തിന് സ്തോത്രം. ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ പിതാവിനോട് നമ്മെ നിരപ്പിച്ച പുത്രനായ ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹവും വന്ദനങ്ങളും ആദരവോടെ അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് ഇങ്ങനെ ദൈവസന്നിധിയിൽ ഇന്ന് രാത്രിയിലും അടുത്തു വരേണ്ടതിന് ദൈവം കൃപ ചെയ്തുവല്ലോ. നമ്മൾ പ്രാർത്ഥിക്കാറുള്ള വിഷയങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അത്ഭുതകരമാംവിധം വെളിപ്പെടട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ പ്രത്യേക സമയത്ത് പതിവിൽ നേരത്തെ നിങ്ങളൊക്കെ ജോയിൻ ചെയ്തതിൽ സന്തോഷമുണ്ട്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, പ്രതിഫലങ്ങളെ നൽകുമാറാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗാഡ്. നമ്മുടെ വിൽസി അയച്ച മെസ്സേജ് കണ്ടല്ലോ. 22 തൊട്ട് 25 വരെ അവരുടെ കൺവെൻഷനായിരുന്നു. കൺവെൻഷനിൽ സിജു വിൽസിയുടെ മോള് സ്റ്റീന കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു എന്ന വളരെ സന്തോഷകരമായ വാർത്ത മോള് നമ്മോട് പറഞ്ഞിരിക്കുന്നു. കർത്താവ് ആ വലിയ പ്രവൃത്തി പൈതലിൻ്റെ ജീവിതത്തിൽ ചെയ്തതിനായി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവ് പ്രിയ പൈതലിനെ അനുഗ്രഹിച്ച് ദൈവകൃപയിൽ നിലനിർത്തുമാറാകട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ ബോർഡ് എക്സാം അടുത്ത മാസം തുടങ്ങുന്നു. നമുക്ക് പൈതലിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം. നമ്മുടെ തലമുറകളൊക്കെ കർത്താവിനെ അറിയുവാൻ ദൈവം സഹായിക്കട്ടെ. ബാല്യത്തിൽ തന്നെ ക്രിസ്തുവിനെ അറിഞ്ഞ് അവിടത്തേക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതം നയിപ്പാൻ നമ്മുടെ തലമുറകളെയെല്ലാം ദൈവം സഹായിക്കട്ടെ. ആരും കർത്താവിൻ്റെ കൃപ വിട്ട് മാറുവാൻ ഒരിക്കലും ഇടയാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. നമ്മൾ എബ്രായർക്കുള്ള ലേഖനം 2-ാം അധ്യായം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. വേദപുസ്തകത്തിലെ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിലെ മനസ്സിലാക്കുവാൻ പ്രയാസമുള്ള പുസ്തകങ്ങളിൽ ഒന്നാമത്തേതും രണ്ടാമത്തേതുമായിട്ട് സ്ഥാനം പങ്കിടുന്ന 2 പുസ്തകങ്ങളാണ് വെളിപ്പാട് പുസ്തകവും എബ്രായ ലേഖനവും. അതിലിപ്പോൾ നമ്മളായിരിക്കുന്നത് എബ്രായ ലേഖനത്തിലാണ്. പ്രത്യേകിച്ച് നാം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ 4 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത് കർത്താവായ യേശു ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ എന്നുള്ള വിഷയമായിരുന്നു. അതിന് കാരണം യേശുവിൻ്റെ പുത്രത്വവും മറ്റുമാണെന്നുള്ളതും നമ്മൾ വിശദമായി കണ്ടു. 2-ാം അധ്യായത്തിൻ്റെ 5 മുതൽക്കുള്ള വാക്യങ്ങളിൽ അതേ ദൂതന്മാരെക്കാൾ യേശു അല്പം താഴ്ച ഭവിച്ചവനായി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇതിന് രണ്ടിനും ഇടയിലുള്ള ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. 2-ാമത്തെ അധ്യായം 1 തൊട്ട് 4 വരെ. അവിടെ എബ്രായ ലേഖനത്തിലെ പല മുന്നറിയിപ്പുകളുടെ പരമ്പരകളിൽ ഒന്നാമത്തേതായിട്ട് നാം കാണുന്നു അവഗണനയ്ക്ക് അല്ലെങ്കിൽ അവഗണന എന്ന അപകടകരമായ പാപത്തിനെതിരെ നൽകപ്പെടുന്ന മുന്നറിയിപ്പ്, താക്കീത്. കേട്ട വചനം ശ്രദ്ധയോടെ കരുതിക്കൊള്ളാതെ അവഗണിച്ച് കളയുന്ന അവഗണന. ദൈവം ക്രിസ്തുവേശുവിലൂടെ ദാനമായി മാനവജാതിക്ക് നൽകിയിരിക്കുന്ന വലിയ രക്ഷയെ അവഗണിക്കുന്ന അപകടകരമായ അവസ്ഥ.
ഇവകൾക്കൊക്കെ എതിരായി നൽകപ്പെടുന്ന താക്കീത്. എബ്രായ ലേഖനത്തിലെ താക്കീതുകളിൽ ഒന്നാമത്തെ ഭാഗം. അതിൽ നാം ഇപ്പോൾ നിൽക്കുന്നത് മൂന്നാമത്തെ വാക്യത്തിലാണല്ലോ. ഇത്ര വലിയ രക്ഷ. സ്തോത്രം. ഇത്ര വലിയ രക്ഷ. നമുക്ക് 2, 3, 4 വാക്യങ്ങൾ ഒന്നും കൂടെ വായിക്കാം. 2 to 4. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? സ്തോത്രം. ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ഭീകരമായ ശിക്ഷാവിധിയുടെ സാധ്യതയെയാണ് ഇവിടെ അപ്പോസ്തലൻ എടുത്തു കാണിക്കുന്നത്. ആ ശിക്ഷാവിധി മനുഷ്യരുടെ അവഗണനയ്ക്ക് എതിരായിട്ടാണ്. നമ്മൾ കണ്ടതുപോലെ ദൈവവചനത്തെ അവഗണിക്കുക, രക്ഷയെ അവഗണിക്കുക. അവിടുത്തെ രക്ഷ സമം സുവിശേഷം, സമം ഒരു വ്യക്തി, സമം കർത്താവായ യേശു ക്രിസ്തു. നമ്മളത് കണ്ടതാണ്. രക്ഷയും രക്ഷകനും നമുക്ക് കർത്താവായ യേശുവാണ്. ഇപ്പൊ രക്ഷയെ അവഗണിച്ചാൽ ആ രക്ഷ ഇത്ര വലിയ രക്ഷ, എത്ര വലുത്, പറയാനൊക്കാത്ത തരത്തിൽ, വിവരിക്കുവാൻ കഴിയുന്നതിനും അപ്പുറമായി, വർണ്ണനാതീതമായി, അപ്രമേയമായി വലുതായിരിക്കുന്ന, നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നതിനും അപ്പുറമായി വലുതായിരിക്കുന്ന രക്ഷ. ഈ രക്ഷ ഇത്ര വലിയതായിരിക്കുവാനുള്ള കാരണങ്ങൾ എന്തെന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ചില ദിവസങ്ങളായി. അതിൽ എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 6 എണ്ണമാണ് നമ്മൾ ചിന്തിച്ചത്, അല്ലേ? ഇന്നലെ നമ്മൾ 6ാമത്തേതായിരുന്നു ചിന്തിച്ചത്. അതെ. ഓക്കെ. 6ാമത്തേതായി നാം ചിന്തിച്ചത് ഈ രക്ഷ ഇത്ര വലിയതാകുവാനുള്ള കാരണം അതിന് കൊടുത്ത വിലയാണ്. അതിൻ്റെ മുടക്കുമുതൽ അത്രയ്ക്കും വലുതാണ്. മുടക്കുമുതൽ അത്രയ്ക്കും വലുതായതുകൊണ്ട് ഈ രക്ഷ അത്രയ്ക്കും വലുത് തന്നെയാണ്. അതിൽ നമ്മൾ കണ്ടു 2 തരത്തിലുള്ള വിലയാണ് ദൈവം അല്ലെങ്കിൽ ക്രിസ്തു അതിനു വേണ്ടി കൊടുത്തത്. സ്തോത്രം. ഒന്ന് ദൃശ്യമായത്, മറ്റൊന്ന് അദൃശ്യമായത്. ദൃശ്യമായതിൻ്റെ പരമകാഷ്ഠയാണ് കാൽവറി ക്രൂശ്. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം, ക്രിസ്തു സഹിച്ച കഷ്ടതകൾ, ക്രൂശിലെ അനുഭവങ്ങൾ, ഗെതസമന മുതൽ ഗോൽഗോഥ വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 3 ഗ അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ 3 ജി: ഗെതസമന, ഗബ്ബഥ, ഗോൽഗോഥ. ഗെതസമനയിലാണ് യേശു രക്തം വിയർത്തത്. ഗബ്ബഥയിലാണ് യേശുവിൻ്റെ രക്തം നദി പോലെ ഒഴുക്കിയത്. ഗോൽഗോഥയിലാണ് അവസാന തുള്ളി, മരണശേഷം പോലും അല്പം ശേഷിച്ച വെള്ളവും രക്തവും വരെ, അവസാന തുള്ളി വരെ നമുക്ക് ഊറ്റിത്തന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ദൃശ്യമായ വില കൊടുത്തത്. നമുക്ക് ദൃശ്യമായ രീതിയിൽ നമ്മുടെ രക്ഷയ്ക്ക് കൊടുക്കപ്പെട്ട വില. ഇത്
ഈ ക്രൂശാണ്, ക്രൂശിലെ കഷ്ടതകളാണ്. യേശുക്രിസ്തുവിന്റെ കഷ്ടതകൾ കേവലം ഗെതസമനയിലാണ് തുടങ്ങിയതെന്ന് കരുതരുത്. സ്തോത്രം. അത് കേവലം ഗെതസമനയിലല്ല, അതിൻ്റെ തുടക്കം കഴിഞ്ഞകാല നിത്യതയിൽ തന്നെയാണ്. സ്തോത്രം. അനാദിയിൽ തന്നെയാണ്. അത് തുടങ്ങുന്നത് ഒരു സമർപ്പണത്തോടെയാണ്. സ്തോത്രം. അൺകണ്ടീഷണൽ കമ്മിറ്റ്മെന്റ്. അത് ക്രൂശുമായുള്ള ബന്ധത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യേശുക്രിസ്തു ക്രൂശ് ചുമന്നു. ക്രൂശ് ചുമക്കുന്ന അക്ഷരീയമായ നില അല്ലെങ്കിൽ അവസ്ഥ നമ്മൾ ഗബ്ബഥ മുതൽ ഗോൽഗോഥ വരെ കാണുന്നുള്ളൂ. ജീസസ് ബോർ ദ ക്രോസ്, but his cross bearing is literally seen from the Gabbatha to Golgotha. But Jesus began to bear the cross even from the past eternity. And before the literal bearing of the cross on his shoulders, he was totally, completely, unconditionally committed for the will of God. അത് സംഭവിക്കുന്നത് മുൻകാല നിത്യതയിലാണ്. അക്ഷരീയമായി യേശു ക്രൂശ് ചുമന്നത് ഗബ്ബഥ മുതൽ ഗോൽഗോഥ വരെ മാത്രമാണ്. അക്ഷരീയമായി ക്രൂശ് ചുമന്നത്. ക്രൂശിൽ മരിക്കുന്നത് ഗോൽഗോഥായിൽ മാത്രമാണ്. കാൽവറി എന്നതിന് മറുപേരുണ്ട്. എന്നാൽ ഈ ക്രൂശിന്റെ അനുഭവം യേശു ആരംഭിച്ചത് മുൻകാല നിത്യതയിലാണ്. മാനവജാതിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി പ്രായശ്ചിത്തമാകുവാൻ വ്യവസ്ഥാരഹിതമായി പിതാവിൻ്റെ ഇഷ്ടത്തിന് തന്നെത്താൻ സമർപ്പിച്ചതു മുതൽ തുടങ്ങി. 40-ാം സങ്കീർത്തനത്തിൻ്റെ 6 തൊട്ടുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്, ഹനനയാഗവും ഭോജനയാഗവും ഒന്നും നീ ഇച്ഛിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. പിന്നെ നീ ചെവികളെ എനിക്ക് തുണച്ചിരിക്കുന്നു. ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. സ്തോത്രം. എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. വേറെ ഒരു യാഗവും അങ്ങ് ആവശ്യപ്പെട്ടില്ല. മനുഷ്യരുടെ പാപപരിഹാരത്തിന് വേണ്ടി, മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി, മാനവകുലത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, പാപത്താൽ ദൈവത്തിന്റെ ശത്രുക്കളായി തീർന്ന മനുകുലം ദൈവത്തോട് നിരന്നുകൊള്ളേണ്ടതിന് വേണ്ടി, ദൈവവും മനുഷ്യനും തമ്മിലുള്ള സമാധാനത്തിന് വേണ്ടി ഒരു യാഗവും ദൈവം ആവശ്യപ്പെട്ടില്ല. ഒന്നും വേണ്ട. അപ്പോഴാണ് ദൈവത്തിൻ്റെ ഹിതം, ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിഞ്ഞ പുത്രൻ തന്നെ തന്നെ സമർപ്പിക്കുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ ഇതാ വരുന്നു. സ്തോത്രം. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിവർത്തിക്കേണ്ടതിന് പുത്രൻ തന്നെ തന്നെ സമർപ്പിക്കുകയാണ്. ആ സമർപ്പണത്തിൽ തുടങ്ങിയതാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശനുഭവങ്ങൾ. സ്തോത്രം. അത് ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ അല്ലെങ്കിൽ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ അല്ലെങ്കിൽ എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് യേശു കർത്താവ് പറഞ്ഞ ആ ക്രോസ് ബെയറിങ്, ക്രൂശ് വഹിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സാധാരണ ഞാൻ ആ ഭാഗങ്ങൾ വിവരിക്കാറുള്ളത്.
ഇപ്പോൾ അത്രയും പറഞ്ഞ് ഞാൻ അവിടെ നിന്നും തിരികെ വരാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മുടക്കിയ മുതലിന് ആനുപാതികമായിട്ടാണ് ഈ രക്ഷ എത്ര വലിയതെന്ന് മനസ്സിലാക്കുന്നത്. ഇത്ര വലിയ രക്ഷ, ഇത്ര വലിയ രക്ഷ നമുക്കത് സൗജന്യമായിട്ടാണ് ലഭിച്ചതെങ്കിലും അതിനൊരു വലിയ മുടക്കുമുതലുണ്ട്. ആ മുടക്കുമുതൽ 2 രീതികളിലാണെന്നാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഒന്ന് ദൃശ്യം, മറ്റൊന്ന് അദൃശ്യമായത്. ദൃശ്യമായതാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ കലാശിച്ച കഷ്ടപ്പാടുകൾ. അതെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. തിരുവെഴുത്തിൽ എഴുതി വച്ചിട്ടുണ്ട്, ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അദൃശ്യമായ മറ്റൊരു വില കൊടുക്കുണ്ട്. അത് നമ്മൾ ഇന്നലെ ഓടിച്ചൊന്ന് കാണുകയുണ്ടായി. 5-6 കൂട്ടം കാര്യങ്ങൾ. സ്തോത്രം. നമുക്ക് സസൂക്ഷ്മം വീക്ഷിച്ചെങ്കിലേ അത് കാണാൻ സാധിക്കൂ. പലരുടെയും കണ്ണുകൾക്ക് അത് മറഞ്ഞിരിക്കുന്നു. എന്നാൽ മുൻകാലങ്ങളിൽ ജീവിച്ചിരുന്ന ഭക്തന്മാർ പലർക്കും അത് വെളിപ്പെട്ടത് കൊണ്ടാണ് ഇന്നലെ നമ്മൾ പാടിയ പാട്ടുപോലെ പല ഭക്തന്മാരും ഗാനങ്ങളിലും അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കർത്താവ് നമുക്ക് ദൃശ്യവും അദൃശ്യവുമായ വലിയ വില നൽകി ഈ രക്ഷ നമുക്ക് വേണ്ടി വാങ്ങിയെടുത്തു. ഓർമ്മ കാണുമല്ലോ, ആവർത്തനമാണ്. കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോൾ 2 ബില്ലുകൾ, നമ്മുടെ പേരിലുള്ള 2 ബില്ലുകൾ മൊത്തമായി കൊടുത്തു തീർത്ത കാര്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായി, അതുകൊണ്ട് മറന്നു കാണത്തില്ലായിരിക്കും എന്ന് കരുതുന്നു. ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മ കാണും. പാപത്തിന്റെ കടവും വീണ്ടെടുപ്പിന്റെ വിലയും. വെരി ഗുഡ്. സ്തോത്രം. ഒന്ന്, നമ്മുടെ പാപത്തിന്റെ കടം മുഴുവനും കർത്താവ് ഒടുക്കി തീർത്തു. 2, നമ്മുടെ വീണ്ടെടുപ്പിന്റെ വിലയും മുഴുവനും കൊടുത്തു തീർത്തു. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ഈ പാപക്ഷമയ്ക്ക് വേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ടതില്ല, എങ്ങും പോകേണ്ടതില്ല. ഈ 2 കടങ്ങളും കർത്താവ് കൊടുത്തു തീർത്തു. സ്തോത്രം. അപ്പോൾ ക്രൂശിൽ കർത്താവ് ഒടുക്കി തീർത്ത ദൃശ്യമായ വിലയും, മുൻകാല നിത്യത മുതൽ കർത്താവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കൊടുത്തു തീർത്ത അദൃശ്യമായ വിലയും, ഈ വലിയ വില കൊടുത്ത് വാങ്ങിയതാണ് ഈ രക്ഷ എന്നതിനാൽ, സ്തോത്രം, ഈ രക്ഷ ഇത്ര വലിയ രക്ഷയാണ്. സ്തോത്രം. നമ്മൾ പഠിച്ച ഇത്രയും കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഒന്നുമില്ല എന്ന് കരുതട്ടെ. എങ്കിൽ നമുക്ക് അടുത്തത്, ഈ രക്ഷ ഇത്ര വലിയതാകുവാനുള്ള 7ാമത്തെ കാരണം. Because of its unique transmission. Because of its unique transmission. This salvation is so great because of its transmission. നാം വായിച്ച വാക്യങ്ങളിൽ കണ്ടു. മലയാളത്തിൽ അതിൻ്റെ 4ാമത്തെ വാക്യത്തിലാണല്ലോ. സ്തോത്രം. എങ്ങനെയാണ് ഈ രക്ഷ അല്ലെങ്കിൽ ഈ രക്ഷാ സന്ദേശം നമുക്ക് പകർന്നു കിട്ടിയത്? ഈ രക്ഷാ സന്ദേശത്തിൻ്റെ
പകർച്ച, ഈ രക്ഷാ സന്ദേശത്തിൻ്റെ എന്താണ് പറയുന്നത്, കൈമാറ്റം, അതിന് അനുസൃതമായി ഈ രക്ഷ വലിയതായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വാക്യങ്ങളിൽ നമ്മളിപ്പോൾ ഇതിനു മുമ്പ് ചിന്തിച്ച ചില കാര്യങ്ങൾ ഈ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്തതാണ്. എന്നാൽ ഈ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് തന്നെ നാം ഇപ്പോൾ നോക്കുകയാണ്. സ്തോത്രം. കേട്ടവർ നമുക്ക്, ബാക്കി പറഞ്ഞാട്ടെ, കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ, കണ്ടോ, കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ. അപ്പോൾ ഈ രക്ഷാ സന്ദേശം നമുക്ക് ലഭിച്ചത് ദൃക്സാക്ഷികളിൽ നിന്നുമാണ്. ഐ വിറ്റ്നസസ് and the first hand witnesses transmitted this message of salvation to the coming generations. സ്തോത്രം. യേശുക്രിസ്തുവിനോട് കൂടെ നടന്നവർ, യേശുക്രിസ്തുവിൽ നിന്ന് നേരിട്ട് കേട്ടവർ, ക്രിസ്തുവിൽ നിന്ന് നേരിട്ട് പ്രാപിച്ചവർ, പുറത്തുനിന്നുമുള്ളവരല്ല, കേട്ടുകേൾവിയല്ല. സ്തോത്രം. നല്ല ഒരു തെളിവാണ് യോഹന്നാൻ അപ്പോസ്തലൻ നമുക്ക് പകർന്നു തരുന്നത്. സുവിശേഷത്തിലേക്ക് പോയാൽ 1-ാം അധ്യായം 14-ാമത്തെ വാക്യം, വേറെ പല ഭാഗങ്ങളുണ്ട് എങ്കിലും തുടക്കത്തിൽ തന്നെ 1:14 നമുക്കറിയാവുന്ന വാക്യമാണെങ്കിലും ഒന്നും കൂടെ വായിച്ചാട്ടെ. ജോൺ 1:14. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. കണ്ടോ, യോഹന്നാൻ പറയുകയാണ്, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിങ്കൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. ഞങ്ങൾ കണ്ടു. We are eyewitnesses. സ്തോത്രം. eyewitnesses. 1 യോഹന്നാൻ 1:1 വാക്യം കൂടെ നോക്കിക്കാട്ടെ. 1 John 1:1. ആദി മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം. കണ്ടോ, ആദി മുതലുള്ളത്, ആ കാര്യങ്ങളൊക്കെ പോട്ടെ, ഞങ്ങൾ കേട്ടത്, ഞങ്ങൾ കണ്ടത്, ചുമ്മാതിങ്ങനെ കണ്ടതല്ല. അങ്ങനെ പലതും നമ്മൾ കാണാറുണ്ടല്ലോ. നമ്മൾ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ ആഗ്രഹിക്കാതെ കാണുന്നതുകൊണ്ട്, നോക്കാതെ നമ്മൾ കാണുന്ന പലതുമുണ്ട്. അങ്ങനെയുള്ളതാണ് നോക്കാതെ ഞങ്ങൾ കണ്ടു എന്നാ യോഹന്നാൻ പറയുന്നത്. അങ്ങനെ കണ്ടപ്പോൾ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്തു? നോക്കി. നോക്കാതെ ഞങ്ങൾ കണ്ടു, കണ്ടപ്പോൾ ഞങ്ങൾ സൂക്ഷിച്ചൊന്ന് നോക്കി. ഹിന്ദിയിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത് ദേഖ വരൻ ധ്യാൻ സെ ദേഖ, സൂക്ഷിച്ചു നോക്കി. അത്രയുമല്ല, ഞങ്ങൾ എന്ത് ചെയ്തു? തൊട്ടു. ഞങ്ങൾ കൈകൊണ്ട് തൊട്ടു. ഞങ്ങൾ പിടിച്ചതാണ്, ഞങ്ങൾ തൊട്ടതാണ്, ഞങ്ങൾ സ്പർശിച്ചതാണ്. ഇതേ യോഹന്നാന്റെ സാക്ഷ്യം ഒന്നും കൂടെ നമുക്ക് കേട്ടാലോ? യോഹന്നാൻ 21:24 വാക്യം, സെക്കൻഡ് ലാസ്റ്റ് വേഴ്സ്, 21:24. ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവനും ഇത് എഴുതിയവനും ആകുന്നു. അവന്റെ സാക്ഷ്യം സത്യമെന്ന് ഞങ്ങൾ അറിയുന്നു. സ്തോത്രം. അപ്പൊ യോഹന്നാൻ വളരെ ആധികാരികമായി പറയുകയാണ് ഈ രക്ഷയെക്കുറിച്ചും രക്ഷകനെക്കുറിച്ചുമുള്ള സാക്ഷ്യം. പ്രൈമറി വിറ്റ്നസ്, ഫസ്റ്റ് ഹാൻഡ് വിറ്റ്നസ്, ഐ വിറ്റ്നസ്.
what they saw, what they looked unto, and what they touched. അത്രയ്ക്ക് സത്യമാ. സ്തോത്രം. യോഹന്നാൻ തുടങ്ങിയ അപ്പോസ്തലന്മാർ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവരാ. എന്നാൽ അന്ന് കൂടെ ഇല്ലാതിരുന്ന പൗലോസ്, അദ്ദേഹം പറയുന്നത് നമുക്കറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന പ്രയോഗമാണ്, ഒന്നിലധികം ഭാഗങ്ങളിൽ താൻ പറയുന്നുണ്ട്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും. തിരുവത്താഴത്തെക്കുറിച്ച് മാത്രമല്ലത്. സ്തോത്രം. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്നത് എന്തെന്നാൽ. തിരുവത്താഴത്തിന് നമ്മളെല്ലാ ആഴ്ചയും അല്ലെങ്കിൽ തിരുവത്താഴം ഉള്ളപ്പോഴൊക്കെ നമ്മളത് വായിക്കാറും കേൾക്കാറുമുള്ളതാണ്. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു, നിങ്ങൾക്ക് തന്നു. ഗലാത്യ ലേഖനത്തിലൊക്കെ വളരെ ആധികാരികതയോടെ പൗലോസ് പറയുന്നത്. സ്തോത്രം. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല. വീണ്ടും ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ മനുഷ്യരിൽ നിന്നൊന്നും പഠിച്ചിട്ടില്ല. പത്രോസ് തുടങ്ങി അപ്പോസ്തല ശ്രേഷ്ഠന്മാരോടുള്ള ബന്ധത്തിൽ പറയുകയാണ്, ഇവരാരോടും ഞാനൊന്നും പഠിച്ചിട്ടില്ല. നേരിട്ട് ദൈവത്തിൽ നിന്നും മനസ്സിലാക്കിയ, പ്രാപിച്ച, അങ്ങനെ ഉള്ളവർ നമുക്ക് കൈമാറി തന്ന രക്ഷാ സന്ദേശമാണിത്. രക്ഷാ സന്ദേശമാണ്. അപ്പോൾ ഇത്ര വലിയ രക്ഷ ഊഹാപോഹത്തിൽ അധിഷ്ഠിതമല്ല. പകരം കേട്ടവർ നമുക്ക് ഏൽപ്പിച്ചു തന്നതാണ്, അവരിൽ നിന്നും നമുക്ക് പകർന്ന് ലഭിച്ചതാണ്. സ്തോത്രം. This salvation is so great as of its unique transmission. വളരെ നിസ്തുലമായ രീതിയിൽ നമുക്ക് പകർന്നു കിട്ടിയ സത്യമാണിത്. സ്തോത്രം. ഈ ലോകത്തിൽ പല സംഗതികളും ഊഹാപോഹങ്ങളായും കേവലം ഭാവനാരചനകളായും ഇരിക്കുമ്പോൾ, ഇവിടെ ഈ സുവിശേഷം, ഈ രക്ഷാസന്ദേശം അങ്ങനെയുള്ളതല്ലെന്ന് വ്യക്തമാക്കുന്നു. നമ്മൾ 2 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങളിൽ നിന്ന് എഴുതപ്പെട്ട തിരുവെഴുത്തിൻ്റെ പ്രാധാന്യതയെക്കുറിച്ചും ആധികാരികതയെക്കുറിച്ചും വായിച്ചു. ഈ ക്ലാസ്സിൽ, നമ്മുടെ ഈ പഠനത്തിൽ തന്നെ എബ്രായർ 2:1-4 വരെയുള്ള വാക്യങ്ങളിൽ തന്നെ നമ്മൾ ആ വാക്യങ്ങൾ വായിച്ചതാണ്. ഓർമ്മ കാണുമല്ലോ. 20-ാം വാക്യം എന്നാലും ഒന്നും കൂടെ വായിച്ചാട്ടെ. 2 Peter 1:20. Knowing this first of all, that no prophecy of Scripture comes from someone's own interpretation. The prophecy of the Scripture doesn't come with someone's own interpretation. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ സ്വന്തം ഇഷ്ടത്താലോ സ്വന്തം വ്യാഖ്യാനത്താലോ ഉളവാകുന്നതല്ല തിരുവെഴുത്തിലെ പ്രവചനങ്ങൾ എന്ന് നാം മനസ്സിലാക്കണം. നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇവിടെ പ്രവചനമെന്ന് പറയുന്നത് തലയിൽ കൈവച്ച് അന്യഭാഷ പറഞ്ഞോ പറയാതെയോ പറയുന്ന ഭാവിയുടെ കാര്യങ്ങളെക്കുറിച്ചല്ല, ദൈവവചനത്തെക്കുറിച്ചാണ്. അതും എഴുതപ്പെട്ട തിരുവെഴുത്തുകളെക്കുറിച്ച്. സ്തോത്രം. ഏതെങ്കിലും മനുഷ്യന്റെ സ്വന്തം ഇഷ്ടത്തിൽ നിന്നും വന്നതല്ല.
നിർമ്മിത കഥകളല്ല. നിർമ്മിത കഥകളല്ല. ബുദ്ധിമാന്മാർ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എഴുതി വെച്ച സാൻമാർഗിക ചിന്തകളും സാരോപദേശങ്ങളും അല്ല തിരുവെഴുത്തെന്ന്. സ്തോത്രം. ഉലകത്തിലെ പല ഗ്രന്ഥങ്ങളും അങ്ങനെയുള്ളതാണ്. എന്നാൽ നമ്മുടെ പക്കലിരിക്കുന്ന ദൈവത്തിന്റെ വചനം അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായതാണ്. തികച്ചും വ്യത്യസ്തമായതാണ്. എങ്ങനെയാണെന്ന് 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. For no prophecy was ever produced by the will of man, but men spoke from God as they were carried along by the Holy Spirit. Praise God. Because of the commandment of God and holy men of God being carried away by the Holy Spirit. ദൈവത്തിന്റെ കൽപ്പനയാലും മനുഷ്യർ, ഹിന്ദിയിൽ വായിക്കുന്നത് ഭക്ത് ലോക് എന്നാണ്, ഭക്തന്മാരായ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചും എഴുതിയതാണ്. ഈ രക്ഷാ സന്ദേശത്തിന്റെ ആധികാരികതയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ആ രക്ഷാ സന്ദേശം നമ്മിലേക്ക് കൈമാറിയത് ആരെങ്കിലും വെറും ജ്ഞാനോപദേശങ്ങളാലോ സാരോപദേശങ്ങളാലോ അല്ല. പകരം ദൈവത്തിന്റെ കൽപ്പനയാൽ ദൈവത്തിന്റെ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് നമുക്ക് നൽകിയതാൽ the transmission of the scriptures, the transmission of the salvation message is so vital that it makes this salvation so great. And as already we have seen, it also makes God the source of this salvation. നമ്മൾ നേരത്തെ തന്നെ കണ്ടതുപോലെ ദൈവം ഈ രക്ഷാ സന്ദേശത്തിന്റെ ഉറവിടമാണ്, ഉത്ഭവമാണ് എന്ന് എടുത്തു പറയുന്നു. ദൈവം തന്നെയാണ് ഈ രക്ഷാ സന്ദേശത്തിന്റെ സ്രോതസ്. വല്ല മനുഷ്യരും ഇതിൽ പങ്കാളികളായിട്ടുണ്ടെങ്കിൽ ഒന്ന്, അവർ നേരിട്ടുള്ള സാക്ഷികളാണ്. എബ്രായർ 2:4 നമ്മൾ വായിച്ചു. കേട്ടവർ നമുക്ക് പകർന്നു തന്നതാണ്. 2, അവർ ദൈവകൽപ്പനയാൽ ആണ് അങ്ങനെ ചെയ്തത്. 3, പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ടുമാണ് ചെയ്തത്. അപ്പോൾ മനുഷ്യരാണ് ഇതിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നതെങ്കിലും അവർ സാധാരണക്കാരല്ല, അവർ ഭക്തന്മാരായിരുന്നു. 2, അവർ ആത്മനിയോഗത്താലും ദൈവകൽപ്പനയാലും നമ്മോട് സംസാരിച്ചതാണ്. യേശുക്രിസ്തു ഈ ശിഷ്യന്മാരെ അയക്കുമ്പോൾ അതിൻ്റെ ആധികാരികത വെളിപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. എന്താ കർത്താവ് ശിഷ്യന്മാരെ അയച്ചപ്പോൾ പറഞ്ഞത്? കൂടെ വരുമല്ലോ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം കൊടുത്തു. അല്ല, അത് അയക്കുമ്പോൾ പറഞ്ഞതല്ല. കർത്താവ് ശിഷ്യന്മാരെ അയക്കുമ്പോൾ പറഞ്ഞ കാര്യം, നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ എന്നെ കൈക്കൊള്ളുന്നു. കൈക്കൊള്ളുന്നു. പിന്നെ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. അയച്ചവനെ കൈക്കൊള്ളുന്നു. കണ്ടോ? സ്തോത്രം. The authenticity of the unique transmission of the gospel message is these
first-hand witnesses, these first-hand witnesses were the representatives of Jesus, vicars of Jesus. നമ്മൾ പണ്ട് പറഞ്ഞിട്ടുള്ള കാര്യമാ വികാരി അച്ഛൻ. അച്ഛന്മാരെ പൊതുവെ വികാഴ്സ് എന്നാണ് വിളിക്കാറുള്ളത്, നമുക്കറിയാം. വികാരി എന്ന് പറഞ്ഞാൽ പ്രതിനിധി. അതിന് സാധാരണമായിട്ടുള്ള അർത്ഥം ഒരു ഡയസിസ്, ഒരു ഭദ്രാസനം. ആ ഭദ്രാസനത്തിന് ഒരു അധിപനുണ്ട്. ഭദ്രാസനാധിപൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. മെത്രാൻ, ബിഷപ്പ്, മെട്രോപൊളിറ്റൻ. അദ്ദേഹത്തിന് തൻ്റെ ഇടവകയിലെ, തൻ്റെ ഭദ്രാസനത്തിലെ എല്ലാ ഇടവകകളിലും ചെല്ലാൻ പറ്റത്തില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പകരക്കാരനായിട്ട് നിയമിക്കപ്പെടുന്ന പട്ടക്കാരനെയാണ് വിളിക്കുന്നത് വികാരി അച്ഛൻ. നമ്മുടെ സംസ്ഥാനങ്ങളിൽ ഗവർണർമാരുണ്ട്. നമ്മുടെ ഇന്ത്യൻ രീതി അനുസരിച്ച് വി ഹാവ് ഗവർണേഴ്സ്. ആരാണ് ഗവർണർമാർ? They are representatives or they are vicars of Indian president. നമ്മുടെ രാഷ്ട്രപതിയുടെ പ്രതിനിധികളായിട്ട് ഓരോ സംസ്ഥാനത്തെയും നോക്കിക്കാണാൻ നിയമിക്കപ്പെടുന്നവരാണ് ഗവർണർമാർ. അവർ പ്രസിഡന്റിന്റെ പ്രതിനിധികളാണ്. ഇതുപോലെ വികാരി അച്ഛന്മാർ ഭദ്രാസനാധിപന്റെ പ്രതിനിധികൾ. അച്ഛന്മാര് ഇതിനേക്കാൾ കൂടുതൽ പറയുന്ന ഒരു കാര്യമുണ്ട്. വി ആർ റാദർ വികാഴ്സ് ഓഫ് ക്രൈസ്റ്റ് ഹിംസെൽഫ് എന്ന്. ക്രിസ്തുവിൻ്റെ പ്രതിനിധികളാണ് ഞങ്ങളെന്ന് ഈ വികാരികൾ സാധാരണ പറയാറുണ്ട്. സ്തോത്രം. അതേ പ്രിയരെ, ഈ സാക്ഷികൾ, നമുക്ക് ഈ രക്ഷാസന്ദേശം പകർന്നു തന്ന സാക്ഷികൾ, അവർ യേശു ക്രിസ്തുവിൻ്റെ പ്രതിനിധികളാണ്. ക്രിസ്തുവിന് പകരക്കാരാണവർ. രണ്ട് കൊരിന്ത്യർ 5:20 വാക്യം കൂടെ വായിച്ചാട്ടെ. 2 Corinthians 5:20. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിനു വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. കണ്ടോ? ക്രിസ്തുവിന് പകരം സ്ഥാനാപതികളായി. സ്തോത്രം. ക്രിസ്തുവിന് പകരം ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. സ്തോത്രം. അപ്പോൾ കർത്താവ് നമ്മളെ അയച്ചു. നമ്മൾ നേരിട്ടുള്ള സാക്ഷികളല്ല. എന്നാൽ നമുക്ക് ഈ രക്ഷാസന്ദേശം പകർന്നു തന്നത് കർത്താവിൽ നിന്ന് നേരിട്ട് കൽപ്പനകളും നിയോഗങ്ങളും പ്രാപിച്ച മനുഷ്യരായിരുന്നു. സ്തോത്രം. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അയച്ചു. പോകുവീൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെപ്പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പോകുവീൻ, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു.
നേരെ തിരിച്ചും. നിങ്ങളെ കൈക്കൊള്ളാത്തവൻ എന്നെ കൈക്കൊള്ളുന്നില്ല, എന്നെ കൈക്കൊള്ളാത്തവൻ എന്നെ അയച്ച പിതാവിനെയും കൈക്കൊള്ളുന്നില്ല. സ്തോത്രം. അപ്പൊ ഈ ഒരു സന്ദേശം ദൈവത്തിൽ നിന്ന്, ക്രിസ്തുവിൽ നിന്ന് നേരിട്ട് കേട്ടും കണ്ടും അനുഭവിച്ചുമുള്ളവർ നമുക്ക് കൈമാറി തന്നിരിക്കുമ്പോൾ ഈ രക്ഷ ഇത്ര വലിയതാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ദൈവവചനത്തെ നാം അവഗണിക്കരുത്. ഈ ദൈവവചനത്തെ നാം തിരസ്കരിക്കരുത്, നിരസിക്കരുത്, വില കുറഞ്ഞതായി നാം കാണരുത്, ലംഘിക്കുവാൻ നാം ശ്രമിക്കരുത്. സ്തോത്രം. അപ്പോൾ ഇത്ര വലിയ രക്ഷ, ആ രക്ഷയുടെ മാറ്റുകൂട്ടുന്ന ഏഴാമത്തെ കാര്യമാണ്, അത് കൈമാറി നമുക്ക് തന്നവർ, ഈ സന്ദേശം നമ്മളോളം എത്തിച്ചവർ ആരാണ്? യേശുക്രിസ്തുവിൻ്റെ നേരിട്ടുള്ള സാക്ഷികളാണ്. ക്രിസ്തുവിൽ നിന്ന് നേരിട്ട് കൽപ്പന പ്രാപിച്ചവർ, ക്രിസ്തുവിൽ നിന്ന് നേരിട്ട് ആലോചന പ്രാപിച്ചവർ, കണ്ടവർ, കേട്ടവർ, നിയോഗിതർ, കർത്താവ് അയച്ചിട്ട് വന്നവർ. സ്തോത്രം. അപ്പോൾ നേരിട്ട് കർത്താവ് അയച്ചവരെ നിരസിച്ചാൽ അത് കർത്താവിനെ നിരസിക്കുന്നതാണ്. ഈ വിഷയത്തിലും നേരിട്ടുള്ള സാക്ഷികളായ മനുഷ്യർ ദൈവദൂതന്മാരെക്കാൾ ശ്രേഷ്ഠമേറിയ പദവിയിലാണുള്ളത്. സ്തോത്രം. ഈ രക്ഷാ സന്ദേശം അറിയിപ്പാൻ ദൂതന്മാർക്ക് അവകാശമില്ല. നമ്മളത് 1-ാമത്തെ അധ്യായത്തിൽ വെച്ച് കാണുകയുണ്ടായി. അതുകൊണ്ട് ആ സ്നാനസമയത്ത് പാടാറുള്ള ആ പാട്ടിനകത്ത് ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക് എന്നൊക്കെ നമ്മൾ പാടുന്നത്. അതെ, ദൂതന്മാർക്ക് പോലും പറവാൻ സ്വാതന്ത്ര്യവും അധികാരവുമില്ലാത്ത രക്ഷാ സന്ദേശം അറിയിപ്പാൻ രക്ഷകനായ ക്രിസ്തുവിനോട് കൂടെ നടന്ന വിശുദ്ധന്മാർക്ക് ദൈവം സാവകാശം നൽകി, അധികാരം നൽകി, അധികാരപ്പെടുത്തിയവരെ. അവർ നമുക്ക് ഏൽപ്പിച്ചു തന്ന ഈ രക്ഷാ സന്ദേശം ദൈവം നമുക്ക് നേരിട്ട് തന്നതിന് തുല്യമാണ്. അതവഗണിച്ചാൽ ശിക്ഷ ഒഴിവാക്കാൻ സാധിക്കത്തില്ല. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? എന്തെങ്കിലും ചോദ്യങ്ങൾ? ശരി. എങ്കിൽ 8-ാമത്തെ കാര്യം, ഈ രക്ഷ ഇത്ര വലിയതായിരിക്കുന്നതിനുള്ള 8-ാമത്തെ കാരണം, the witness makes it so great. The witness to this salvation, witness to the message of this salvation. ഈ രക്ഷയ്ക്ക് അല്ലെങ്കിൽ രക്ഷാ സന്ദേശത്തിന് സാക്ഷി നിൽക്കുന്നയാളിൻ്റെ പ്രാധാന്യതയ്ക്കനുസരിച്ച്, വലിപ്പത്തിനനുസരിച്ച്
ഈ രക്ഷയുടെ മൂല്യവും വർദ്ധിക്കുന്നു. This salvation is so great because of the witness. Because of the witness. ഈ രക്ഷയ്ക്ക് ഉള്ള സാക്ഷി ആരാണ്? ആ സാക്ഷിയെ ആധാരപ്പെടുത്തി ഈ രക്ഷയ്ക്ക് മൂല്യമുണ്ട്. ആരാ സാക്ഷി? Who is the witness? ദൈവം തന്നെ. Praise God. ദൈവം തന്നെ. ദൈവം തന്നെ. 3-4 വാക്യങ്ങൾ ഒന്നും കൂടെ നോക്കിക്കോളൂ. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും Yeah. ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും. സ്തോത്രം. അപ്പോൾ ആരാ സാക്ഷി നിന്നത്? ദൈവം. ദൈവം. സ്തോത്രം. നമ്മുടെ കർത്താവ് പറഞ്ഞു തുടങ്ങി, കേട്ടവർ നമ്മോട് വീണ്ടും ഇത് ഏറ്റുപറഞ്ഞു തന്നു. കർത്താവ് പറഞ്ഞു തുടങ്ങിയതിനും കേട്ടവർ നമുക്ക് ഏൽപ്പിച്ചു തന്നതിനും പിതാവായ ദൈവം സാക്ഷി നിന്നു. ദൈവം സാക്ഷി നിൽക്കുന്ന ഒരു കാര്യം അതെത്ര ശ്രേഷ്ഠമായിരിക്കും, എത്ര വലുതായിരിക്കുമെന്ന് ഊഹിക്കാമെങ്കിൽ ഊഹിച്ചോ. ദൈവം സാക്ഷി നിൽക്കുക എന്ന് പറഞ്ഞാൽ കൊച്ചു കാര്യമല്ലല്ലോ. അത് പറഞ്ഞു പിടിപ്പിക്കാൻ പറ്റുന്നില്ല. സ്തോത്രം. ദൈവം സാക്ഷി നിന്നു. ഇപ്പം നമ്മൾ 2-3 പേര് തമ്മിലൊരു വിഷയം ഉണ്ടായി. ഞാൻ ഡോക്ടർ സാജുവിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു. ഞാൻ വെറുതെ ഉന്നയിച്ചതല്ല, എന്നോട് ഒരാൾ പറഞ്ഞതാ. ഇപ്പോഴത്തെ കണക്കിന് പറയുകയാണെങ്കിൽ ഡോക്ടർ സാജു എനിക്കെതിരായിട്ട് പറഞ്ഞ ഒരു കാര്യം ഒരു ഓഡിയോ ക്ലിപ്പായിട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ ക്ലിപ്പായിട്ട് മറ്റൊരാളിൻ്റെ കയ്യിലുണ്ട്. സപ്പോസ് രാജു ബ്രദറിൻ്റെ കയ്യിലുണ്ട്. രാജു ബ്രദർ എന്നോട് പറഞ്ഞു, ദാ ഡോക്ടർ സാജു ഇന്നതുപോലെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്നെ കേൾപ്പിച്ചു, അദ്ദേഹം എന്നെ കാണിച്ചു. ഞാനിപ്പം ഡോക്ടർ സാജുവിനോട് സംസാരിക്കാൻ പോവാ. അപ്പോൾ അദ്ദേഹം എടുത്ത വായിലേ പറയുന്നത്, തെളിവല്ലോ ഉണ്ടോ, സാക്ഷിയുണ്ടോ? ഞാൻ പറയാം ഉണ്ട്. എന്നാ കൊണ്ടുവാ. രാജു ബ്രദറ് ഞങ്ങളെ 2 പേരെയൊക്കെ വലിയൊരാളാന്നിരിക്കട്ടെ. അപ്പൊ ഞാന് രാജു ബ്രദറിനോട് ഇന്നലെ പറയുക, രാജു ബ്രദറെ, ആ പറഞ്ഞ കാര്യത്തിന് ഞാൻ സാജു ഡോക്ടറുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം തെളിവ് ചോദിക്കുന്നു. ഒന്ന് വരാമോ? ഒന്ന്. അദ്ദേഹം പറയും, ഞാനും ഡോക്ടർ സാജുവും രാജു ബ്രദറിനേക്കാൾ താണവരാകുമ്പം അദ്ദേഹം അതിന് സാക്ഷി വരാനൊന്നും വരുത്തില്ല. അതിനൊന്നും എന്നെ കിട്ടത്തില്ലെന്ന് പറയാം. എന്നാൽ ഒരു കാര്യം ചെയ്യും, ആ ക്ലിപ്പ് എനിക്കൊന്ന് അയച്ചാ. അത് ഞാൻ അയച്ചു തരത്തില്ല, ഞാൻ കുടുങ്ങും. കാര്യം സത്യമാണെങ്കിൽ പോലും നമ്മളെക്കാൾ വലിയ ഒരാള് തന്നെക്കാൾ ചെറിയ 2 പേരുടെ വിഷയത്തിൽ സാക്ഷി പറയാൻ വരില്ല. എന്നാൽ ഇവിടെ സാക്ഷി പറയാൻ വന്നിരിക്കുന്നത് കൊച്ചു പുള്ളികളൊന്നുമല്ല.
തന്നേക്കാൾ ശ്രേഷ്ഠനായി മറ്റൊരാൾ ഇല്ലാത്ത തരത്തിൽ വലിയവനായ ദൈവം തന്നെയാണ്. സ്തോത്രം. പ്രിയരെ, ദൈവം സാക്ഷി നിൽക്കുന്ന രക്ഷയാണ് എനിക്ക് നിങ്ങൾക്കും ലഭിച്ചിരിക്കുന്നത്. ദൈവം ഇതിന് സാക്ഷി എന്നതിനാൽ, സ്തോത്രം, ഈ രക്ഷ എത്രയും വലുതാണ്, എത്രയും വലുതാണ്. ദൈവം എങ്ങനെയാ സാക്ഷി നിന്നത്? ഇവിടെ പറയുന്നുണ്ട് 4 കാര്യങ്ങൾ, അല്ലേ? ഈ വാക്യങ്ങളിൽ തന്നെ, എബ്രായർ 2-ന്റെ 3-ഉം 4-ഉം വാക്യങ്ങളിൽ തന്നെ 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെയൊക്കെയാ ദൈവസാക്ഷി നിന്നത്? അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടു. സ്തോത്രം. അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, വിവിധ വീര്യപ്രവൃത്തികൾ, കൂടാതെ പരിശുദ്ധാത്മാവിനെയും നൽകി. ഈ 4 കാര്യങ്ങൾ കൂടാതെ ദൈവം നേരിട്ട് സംസാരിച്ച സന്ദർഭങ്ങളുമുണ്ട്. അതിവിടെ രേഖപ്പെടുത്തിയിട്ടില്ല, നമുക്ക് പക്ഷെ അറിയാം. യേശുക്രിസ്തുവിൻ്റെ സ്നാന സമയത്ത് പിതാവായ ദൈവം നേരിട്ട് സംസാരിച്ചു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മറുരൂപമലയിൽ വെച്ചും സംസാരിച്ചു. പിന്നെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോട് അടുത്ത ചില സന്ദർഭത്തിലും ഒരിക്കൽ ആകാശത്തു നിന്നൊരു ശബ്ദം ഉണ്ടായി. അപ്പൊ കുറഞ്ഞത് 3 പ്രാവശ്യമെങ്കിലും നമ്മുടെ കർത്താവ്, നമ്മുടെ പിതാവായ ദൈവം ക്രിസ്തുയേശുവിനെ കുറിച്ച്, രക്ഷകനെ കുറിച്ച് സാക്ഷീകരിച്ചു. കൂടാതെ ഈ രക്ഷാ സന്ദേശം യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനും സ്വർഗാരോഹണത്തിനും ശേഷം പ്രസംഗിച്ച കേവലം മനുഷ്യരായ അപ്പോസ്തലന്മാരും സുവിശേഷകന്മാരും 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയും അവർ പ്രസംഗിച്ചിടത്തുമൊക്കെ ഈ കാര്യങ്ങൾ നടന്നു. എന്തൊക്കെയാ? അത്ഭുതങ്ങൾ നടന്നു, അടയാളങ്ങൾ നടന്നു, വിവിധ വീര്യപ്രവർത്തികൾ നടന്നു. സ്തോത്രം. കൂടാതെ വിശ്വസിച്ചവരുടെ മേൽ ദൈവം തൻ്റെ ആത്മാവിനെയും പകർന്നു. സ്തോത്രം. ആത്മാവിനെയും പകർന്നു. ചില ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ വായിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. മർക്കോസിന്റെ സുവിശേഷം അവസാനത്തെ വാക്യങ്ങളിൽ നിന്ന് ശിഷ്യന്മാര് പുറത്തുപോയി പ്രസംഗിച്ചു. സ്തോത്രം. എന്നിട്ട് ഏറ്റവും ഒടുവിലത്തെ വാക്യമാണ് മർക്കോസ് 16-ന്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യം, 20-ാമത്തെ വാക്യം. അവർ പുറപ്പെട്ടു എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. ഇതാണ് എബ്രായ ലേഖനത്തിൽ നമ്മളിപ്പോൾ വായിച്ചത് 2-ാമത്തെ അധ്യായത്തിൽ 3-ഉം 4-ഉം വാക്യങ്ങളിൽ. അവർ പുറപ്പെട്ടു പ്രസംഗിച്ചു. പ്രിയരെ, ഞാനൊരു കാര്യം പറയാം. ഇന്ന് അത്ഭുതങ്ങളുടെ പുറകെയാണ് ആൾക്കാർ. ഒന്നും നടന്നില്ലെങ്കിലും നടക്കുമെന്ന് കേട്ടാൽ മതി. ഇന്നത്തെ നില എങ്ങനെയാണ്? അത്ഭുതങ്ങളൊന്നും നടന്നില്ലെങ്കിലും എന്തോ നടക്കാൻ പോകുന്നു എന്നൊന്ന് പറഞ്ഞു നിർത്തിയാൽ മതി. ഈ ആൾക്കാരെ മുൾമുനയിൽ നിർത്തിയാൽ മതി. നടക്കാൻ പോകുന്നു. പിന്നെ അതിന്
വിശേഷജ്ഞരായവരെ നമ്മൾ കൊണ്ടുവരുന്നു, സ്പെഷ്യലിസ്റ്റുകളെ കൊണ്ടുവരുന്നു. സത്യത്തിൽ എന്താ തിരുവെഴുത്ത് പറയുന്നത്? Where the gospel is preached, there miracles happen as signs to establish the preached word. സ്തോത്രം. എവിടെ സത്യസുവിശേഷം പ്രസംഗിക്കപ്പെടുമോ അവിടെ ആ പ്രസംഗിക്കപ്പെട്ട വചനം സത്യമാണെന്ന് തെളിയിക്കാനുള്ള അടയാളമായി അത്ഭുതങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട്. According to ഇന്നും God's will. പഠൻ According to God's will. of course, to prove, to establish the preached word true. സത്യസുവിശേഷമാണ് പ്രസംഗിച്ചതെങ്കിൽ ആ പ്രസംഗിക്കപ്പെട്ട വചനം സത്യമാണെന്ന് തെളിയിക്കാൻ അടയാളമായി ദൈവം അത്ഭുതങ്ങളെ ചെയ്തിട്ടുണ്ട്. ഇന്നും ദൈവം ചെയ്യുന്നു. അതിന് നമ്മൾ വിശേഷജ്ഞരാകണമെന്നില്ല. നമ്മൾ അതിന് പ്രത്യേക വരപ്രാപ്തരാകണമെന്നില്ല. എവിടെ സുവിശേഷം പ്രസംഗിക്കപ്പെടുമോ, എവിടെ വചനം പ്രസംഗിക്കപ്പെടുമോ അവിടെ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ട്. ആ വചനം സത്യമാണെന്ന് അടയാളപ്പെടുത്തുന്നത് അത്ഭുതങ്ങൾ കൊണ്ടും വിവിധ വീര്യപ്രവൃത്തികൾ കൊണ്ടുമാണ്. അതിൽ ചിലത് ആത്മാവിനെ ജനത്തിൻ്റെ മേൽ പകർന്നുകൊണ്ടുമായിരിക്കും. ഉദാഹരണത്തിന് അപ്പോസ്തലപ്രവൃത്തികൾ 10-ാം അധ്യായം. അവിടെ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പത്രോസ് വന്ന് സുവിശേഷം പ്രസംഗിക്കുകയാണ്. സുവിശേഷത്തെക്കുറിച്ച് ഒരു ഗ്രാഹ്യമില്ലാത്ത കൊർന്നല്യോസും കുടുംബവുമാണ്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും മിത്രങ്ങളും ഒക്കെ കാണും. അവിടെ പത്രോസ് വന്ന് സുവിശേഷം പ്രസംഗിച്ചു. അവിടെ വല്ല രോഗസൗഖ്യം നടന്നോ? ഭൂതം വല്ലതും വിട്ടുപോയോ? മറ്റെന്തെങ്കിലും അത്ഭുതം അവിടെ നടന്നോ? ഇല്ല. പക്ഷെ അവിടെ നടന്നത് എന്തുവാ? വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. പരിശുദ്ധാത്മാവ് വന്നു. സ്തോത്രം. വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അപ്പോൾ പത്രോസ് പ്രസംഗിച്ച വചനം സത്യമാണെന്ന് പിതാവായ ദൈവം എങ്ങനെയാ തെളിയിച്ചത്? വചനം കേട്ടവരെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചുകൊണ്ട്. So Holy Spirit is the primary internal witness. പ്രൈമറി Internal witness ഇങ്ങനെ. Holy Spirit is the primary internal witness of salvation. എക്സ്റ്റേണൽ എന്നുള്ളതോ? അല്ലേ, ഏതാണ് ആദ്യത്തെ വിറ്റ്നസ് എന്ന് പറയുന്നത്? പ്രൈമറി ഇന്റേണൽ വിറ്റ്നസ് എന്ന് ഇങ്ങനെ ഒരു എക്സ്പോസിഷൻ കണ്ടു. ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് ദൈവവചനം, രക്ഷയുടെ സന്ദേശത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവം ചെയ്യുന്ന 4 കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ 4 വേണമെങ്കിൽ ചെയ്യാം, 4-ൽ 1 ആകാം. അതുകൊണ്ടാണ് നമ്മൾ പൊതുവെ പറയുന്നത്, സുവിശേഷം ഒന്നും കേട്ടിട്ടില്ലാത്ത ജാതികളുടെ ഇടയിൽ, വിദ്യാഭ്യാസം കുറവുള്ളവരുടെയൊക്കെ ഇടയിൽ ഒത്തിരി അത്ഭുതങ്ങളൊക്കെ നടക്കുന്നു എന്ന് നമ്മൾ പൊതുവെ പറയുന്നൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് നടക്കുന്നത്? അവിടെ പ്രസംഗിക്കപ്പെട്ട രക്ഷാസന്ദേശത്തെ
ശരിയാണെന്ന് ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്വം ദൈവത്തിനുണ്ട്. അതുകൊണ്ട് ദൈവം അവിടെ ഈ 4 ഏതെങ്കിലും ചെയ്ത് ആ രക്ഷയ്ക്ക് സാക്ഷി നിൽക്കുന്നു. സ്തോത്രം. ഇത് 1-ാം നൂറ്റാണ്ടിൽ മാത്രം നടന്ന കാര്യമല്ല. ഇത് 1-ാം നൂറ്റാണ്ടിൽ മാത്രം നടന്ന കാര്യമല്ല, ഇന്നും നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഒരു ചോദ്യം വന്നിരിക്കുന്നു, പലയിടത്തും പല കൺവെൻഷനുകളിലും ഇങ്ങനെ ഒന്നും നടക്കുന്നില്ലല്ലോ. ഇന്നത്തെ കൺവെൻഷനുകളിൽ രക്ഷിക്കപ്പെടാത്തവരായിട്ട് അല്ലെങ്കിൽ സുവിശേഷം അറിയാത്തവരായിട്ട് എത്ര പേര് വരുന്നുണ്ട്? അതേസമയം മറ്റു പലയിടത്തും ജാതികളായിട്ടുള്ളവർ വരുന്ന സ്ഥലങ്ങളിൽ, കർത്താവിനെ അറിയാത്തവർ വരുന്ന ഇടങ്ങളിൽ ഇന്നും ഇത് നടക്കുന്നുണ്ട്. ഗ്രാമാന്തരങ്ങളിലൊക്കെ ഇന്നും നടക്കുന്നു. വലിയ കൊട്ടിഘോഷിച്ചുള്ള പരിപാടിയൊന്നും അവിടെയില്ല. ഇന്നത്തെ നമ്മുടെ കൺവെൻഷനുകൾ എന്താ? വിശ്വാസികൾ മാത്രമാണ് സംബന്ധിക്കുന്നത്, അല്ലെങ്കിൽ സുവിശേഷം അറിയാവുന്നവരാണ് സംബന്ധിക്കുന്നത്. രക്ഷിക്കപ്പെടാത്തവർ തീർച്ചയായിട്ടും ഉണ്ട്. സഭയ്ക്കകത്തും ഉണ്ടല്ലോ ഒത്തിരി പേര് രക്ഷിക്കപ്പെടാത്തവർ. ആ നിലയിൽ രക്ഷിക്കപ്പെടാത്ത പലരും കൺവെൻഷനിൽ സംബന്ധിക്കുന്നുണ്ട് എന്ന് ശരിയാ. പക്ഷേ സുവിശേഷം അറിയാത്തവർ ഇന്ന് എവിടെ സംബന്ധിക്കുന്നു? കൺവെൻഷനുകളിൽ. അങ്ങനെ സംബന്ധിക്കുന്നിടത്ത് സത്യസുവിശേഷമാണ് പ്രസംഗിക്കുന്നതെങ്കിൽ അവിടെ ഇന്നും ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നുണ്ട്. ഞങ്ങളൊക്കെ ഉത്തരേന്ത്യയിൽ പല സ്ഥലത്തും അനുഭവിച്ചിട്ടുള്ളവരും ഇപ്പോഴും അനുഭവിക്കുന്നവരുമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഹോളി സ്പിരിറ്റ് ഈസ് ദ പ്രൈമറി, നോട്ട് വിറ്റ്നസ്, ആക്ച്വലി പ്രൈമറി പ്രൂഫ് ഓഫ് അവർ സാൽവേഷൻ എന്നുള്ളതാണ് ശരി. രക്ഷിക്കപ്പെടുന്നവരെ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടുന്നു എന്ന അർത്ഥത്തിലാണത്. ദ ഹോളി സ്പിരിറ്റ് ഇപ്പം ഇതിനു മുമ്പ് നടന്നൊരു യോഗത്തിലാണ് നമ്മൾ വായിച്ചത്. റോമർ 8:16 വാക്യം കൊണ്ടൊന്ന് വായിച്ചോളൂ. റോമൻസ് 8:16. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. സ്തോത്രം. That is the internal witness or internal witnessing of the Holy Spirit to our spirit that we are God's children. ഇതാണോ മുമ്പേ ഡോക്ടർ സാജി ഉദ്ദേശിച്ചത്? ഓക്കെ. നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് നമുക്കെങ്ങനെ അറിയാമെന്ന് പലരും ചോദിക്കാറുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഉത്തരമാണിവിടെ. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് ഇരുന്നു കൊണ്ട് നമ്മുടെ ആത്മാവോട് സാക്ഷി പറയും എന്ന് പറയാൻ നമുക്കൊരു ഉറപ്പ് തരുമെന്ന്, നമ്മൾ ദൈവമക്കളാണെന്ന്. An assurance of salvation is a proof that we are saved. Assurance of salvation. അത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നു. സ്തോത്രം. അപ്പോൾ പിതാവായ ദൈവം നമുക്ക് സാക്ഷി നിന്ന് ഉറപ്പിച്ചു തന്നതാണ് ഈ രക്ഷ. അതുകൊണ്ട് സാക്ഷീകരണത്തിൻ്റെ അല്ല, സാക്ഷ്യം വഹിച്ച വ്യക്തിയുടെ മാഹാത്മ്യത്തിനനുസരിച്ച് അദ്ദേഹം സാക്ഷ്യം വഹിച്ച ഈ രക്ഷ
എത്രയും വലുതാണ്. സ്തോത്രം. എത്രയും വലുതാണ്. നമ്മുടെ രക്ഷയ്ക്ക് സാക്ഷ്യം വഹിച്ചത് പിതാവായ ദൈവമാണ്. നമ്മുടെ രക്ഷയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നത് പിതാവായ ദൈവമാണ്. അതിന് ഈ 4 മാധ്യമങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ രക്ഷകനായ ക്രിസ്തുവിനെ കുറിച്ച് പിതാവായ ദൈവം വേറെയും സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. വേറെയും സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാം പ്രാപിച്ചിരിക്കുന്ന രക്ഷ, സ്തോത്രം, ഇങ്ങനെ ഇത്ര വലിയ രക്ഷ, ഈ രക്ഷയോട് തുല്യമായി വേറെ ഒന്നുമില്ല. ഇത്ര വലിയ രക്ഷയിൽ എന്നെയും നിങ്ങളെയും കൂടെ പങ്കാളികളാക്കുവാൻ നമ്മുടെ ദൈവത്തിന് പ്രസാദമായി. ഈ രക്ഷ നമുക്ക് ദാനമായി തന്ന ദൈവത്തിന് സ്തോത്രം. സൗജന്യമായി നമുക്ക് രക്ഷ നൽകിയ ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, ഈ രക്ഷയിൽ സന്തോഷിച്ച് രക്ഷകനിൽ പ്രശംസിച്ച്, സ്തോത്രം, ഈ രക്ഷയുടെ അന്തമായ ക്രിസ്താനുരൂപ്യം പ്രാപിക്കുവാനുള്ള അഭിവാഞ്ചയോടെ നമ്മുടെ ജീവിതം നമുക്ക് കഴിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്ക് നാളെ അത് പങ്കിടാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.